കഥയുടെ തുടക്കത്തിൽ തന്നെ സിയോങ്ങിനെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ സീസണിന്റെ അവസാനം തന്റെ മകളെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് തിരികെ പോകാൻ നിൽക്കുമ്പോഴാണ് വീണ്ടും എയർപോർട്ടിൽ വെച്ച് തനിക്ക് കാട് നിന്ന സെയിൽസ്മാനെ അവൻ കാണുന്നത്. അടുത്ത ഗെയിം തുടങ്ങുന്നതിന് വേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാള്. ആ ഒരു കാഴ്ച നമ്മുടെ സിയോങ്ങിന്റെ മനസ്സിനെ വീണ്ടും ചിന്തിപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ ഫ്ലൈറ്റിൽ കയറി തന്റെ മകളുടെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ ആ ഗെയിം നടത്തുന്നവർക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുക്കാം. അങ്ങനെ സിയോങ് പുറത്തേക്ക് വരികയാണ്. ആ സെക്കൻഡിൽ തന്നെ ഫ്രണ്ട്മാന്റെ കോള് അവന്റെ ഫോണിലേക്ക് വരുന്നുണ്ട്. നീ ആ ഒരു ഫ്ലൈറ്റിൽ കയറണമായിരുന്നു. ഇപ്പൊ നീ എടുത്ത തീരുമാനത്തിന് നീ തീർച്ചയായിട്ടും ഖേദിക്കേണ്ടി വരും എന്നൊക്കെ അയാൾ പറയാണ്. നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അതിനുവേണ്ടി ഏത് മാർഗം സ്വീകരിക്കാനും ഞാൻ തയ്യാറാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ കോളും കട്ട് ചെയ്ത് ഒരു ടാക്സിയിൽ കയറി പോവാണ്. അതിനുശേഷം സിയോങ് ഒരു കടയിൽ കയറിയിട്ട് ഒരു ചെറിയ പേനാക്കത്തിയും മേടിച്ചിട്ട് പുള്ളിക്കാരന്റെ ചെവിട് കീറി മുറിച്ചിട്ട് അതിലുണ്ടായിരുന്ന ആ ഒരു ട്രാക്കർ എടുത്തു മാറ്റുന്നുണ്ട്. ഈ ഒരു സീന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസുകാരുണ്ടല്ലോ, ഹാങ് ജുങ് ഹോ, ആ വെടിയേറ്റിട്ടുണ്ടായിരുന്നു സ്വന്തം ചേട്ടനെ അന്വേഷിച്ചിട്ടായിരുന്നു നമ്മുടെ ഹാങ് ജു അങ്ങോട്ടേക്ക് ആ ഒരു ഐലൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഗെയിമിന്റെ പ്രധാന കണ്ണിയാണ് നമ്മുടെ ഈ ഒരു ഹാങ് ജുവിന്റെ ചേട്ടനെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കുറെ നാള് ഇവൻ കോമയിലായിരുന്നു. ഇപ്പോഴാണ് ബോധം കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നത്. ഇപ്പോൾ അവനൊരു ട്രാഫിക് പോലീസിന്റെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽമെറ്റ് ഇടാത്ത ഒരു പയ്യനും പെണ്ണും ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർക്ക് ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാങ് ജുവിന്റെ പഴയ ചീഫ് അവനെ കാണാനായിട്ട് വരുന്നത്. അയ്യേ, ഇതുപോലെ കൊച്ചു പിള്ളേരെ പിടിച്ച് ഫൈൻ അടയ്ക്കാൻ വേണ്ടിയാണോ നീ ട്രാൻസ്ഫറും മേടിച്ച് ഇങ്ങോട്ട് വന്നത്? എന്നാൽ അതിന് മറുപടി പറയാതെ ഹാഞ്ചു ആണെന്നുണ്ടെങ്കിൽ അയാളെയും കൂട്ടി ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോൾ റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. നിനക്ക് ഇതൊക്കെ വിട്ടിട്ട് ക്രൈം ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്നോടെ, എന്തിനാണ് ഇവിടെ സമയം കളയുന്നത്? പക്ഷെ നമ്മുടെ ഹാംജുവിനൊപ്പം നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ അന്ന് തന്നെ അവൻ ബോധം വന്നപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐലൻഡിൽ നടക്കുന്ന ആ ഗെയിമിനെ പറ്റിയിട്ടും മനുഷ്യന്മാരെ കൊല്ലുന്നതിനെ പറ്റിയിട്ടൊക്കെ. പക്ഷെ ആരും അവൻ പറയുന്നത് വിശ്വസിച്ചിരുന്നില്ല. അവന്റെ കയ്യിൽ യാതൊരുവിധ തെളിവും ഉണ്ടായിരുന്നില്ല. നിന്നെ വെടിവരിച്ച ഒരുത്തനുണ്ടായിരുന്നല്ലോ, ആളെ നിനക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ? ആ ചോദ്യത്തിന് നമ്മുടെ ഹാങ്ജു മറുപടി ഒന്നും പറയുന്നില്ല. തന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ് വെടിവെച്ചത്. ഈ ഒരു കാര്യം അവൻ എങ്ങനെ പുറത്തു പറയാ? പിന്നീട് കാണിക്കുന്നത് ഒരു ചെക്കനെയും പെണ്ണിനെയാണ്. അവരൊരു റൂം എടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അപ്പൊ ഒരു ഹോട്ടൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നവർ കാണുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലേ, നമുക്ക് വേറെ റൂം നോക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സ്ഥലത്താണ് നമ്മുടെ നായകനായിട്ടുള്ള സിയോങ് താമസിക്കുന്നത്. ആരും അറിയാതെയാണ് സിയോങ് ഇവിടെ താമസിക്കുന്നത്. പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും അവൻ CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. 2 വർഷമായിട്ടുള്ള സിയോങ്ങിന്റെ ജീവിതം ഇങ്ങനെയാണ്. പെട്ടെന്നാണ് ആരോ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഫ്രണ്ട്മാനാണ്. ഫ്രണ്ട്മാന്റെ കയ്യിലായിട്ട് 2 പേരുടെ തലയുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവൻ ഞെട്ടി എണീക്കുകയാണ്. പെട്ടെന്നാണ് ഇപ്പൊ ശരിക്കും കോളിംഗ് ബെൽ അടിക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്നത് കിം എന്ന് പറയുന്ന ഒരാളാണ്. നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ സെയിൽസ്മാനെ കണ്ടുപിടിക്കാനായിട്ടുള്ള കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് കിമ്മിനാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവരത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ സെയിൽസ്മാനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. സെയിൽസ്മാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആദ്യത്തെ സീസണിൽ സിയോങ്ങിനെ കാർഡ് കൊടുത്ത് ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ. കിമ്മിന്റെ അസോസിയേറ്റിനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് വൂസിയോക്ക്. ഒരുപാട് പണം നമ്മുടെ സിയോങ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. വലിയൊരു തുക വീണ്ടും ഓഫർ ചെയ്തോട് കൂടിയിട്ട് കിമ്മിനും അവരുടെ അസോസിയേറ്റ്സിനും എല്ലാവർക്കും ഊർജ്ജം വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇയാളെ കണ്ടുപിടിക്കാനായിട്ട്. ഈ വർഷം തന്നെ അയാളെ, ആ സെയിൽസ്മാനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നീട് വീണ്ടും 1 വർഷം കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹാങ്ജു ഒരു ഹാർബറിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അന്ന് സ്ക്വിഡ് ഗെയിം ആ ഒരു ഐലൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹാങ്ജുവിന് പരിക്ക് പറ്റിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് വീണപ്പോൾ രക്ഷിച്ചു കൊണ്ടുവന്നത് ഈ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. അതിനുശേഷം 2 വർഷമായിട്ട് ഇപ്പോൾ ക്യാപ്റ്റനോടൊപ്പം അറിയാവുന്ന എല്ലാ ഐലൻഡുകളും തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹാങ്ജു. ഇതേ സമയം കിമ്മും വൂസിയോക്കും ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മുഴുവനും തിരയേണ്ട ആളിന് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. ദേ, ഇവനെ കണ്ടോ, ഇയാളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നല്ല ഉയരമുണ്ട്. ആരുടെയെങ്കിലും കൂടെ അയാൾ ഗെയിം കളിച്ചതിന് ശേഷം ദേ ഇങ്ങനൊരു കാർഡും കൊടുക്കും. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാവരും നോട്ട് ചെയ്തോളം എന്ന് പറയുമ്പോൾ എല്ലാവരും അതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഭയങ്കര ഉത്സാഹത്തോടു കൂടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. കാരണം ഇവർക്ക് കിട്ടുന്നതിന്റെ പൈസയുടെ പകുതി ആരാണോ ഇവരെ കണ്ടുപിടിക്കുന്നത് അവർക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇപ്പോൾ ഒരുപാട് വണ്ടികളിലായിട്ട് ആ നഗരത്തിലുള്ള പല സ്റ്റേഷനുകളിലേക്കും പോവുകയാണ്. രാവിലെ കൃത്യം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അവിടെ പോയിട്ട് സാധാരണ ജോലി ചെയ്യുന്ന പോലെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ ഹാങ്ജു ആണെന്നുണ്ടെങ്കിലും മറ്റൊരു വശത്ത് ആ ഒരു ഐലൻഡ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഒരുപാട് ഐലൻഡുകൾ ഹാങ്ജുവും ആ ഒരു ക്യാപ്റ്റനും കൂടി ചേർന്ന് തെരഞ്ഞു. പക്ഷേ ഒരു പിടുത്തവും കിട്ടിയില്ല ഈ ഒരു സ്ക്വിഡ് ഗെയിം നടക്കുന്ന ഐലൻഡിനെ പറ്റിയിട്ട്. ഇതേ സമയം നമ്മുടെ സെയിൽസ്മാനെയും തെരഞ്ഞെടുക്കുകയാണ് സിയോങ്ങിന്റെ ആൾക്കാർ. പക്ഷെ 2 കൂട്ടർക്കും ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. ദിവസങ്ങൾ വെറുതെ പോകുന്നതല്ലാതെ ഒരു പ്രയോജനവുമില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഹോങ്ജു? ചുമ്മാ ഒരു ദ്വീപും തപ്പി നടക്കുന്നു. അന്ന് വെള്ളത്തിൽ വീണ നിന്നെ ഞാനാണ് രക്ഷിച്ചത്. ആ ഒരു സ്ഥലത്ത് തന്നെ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിൽ 100 കണക്കിന് ഐലൻഡുകളുണ്ട്. അടുത്ത ദിവസം വീണ്ടും പതിവ് പോലെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കിമ്മും വൂസിയോക്കും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിൽസ്മാനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ള
കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അവരടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയപ്പോൾ ദേ ആ ഒരു സെയിൽസ്മാൻ ഒരു പയ്യന്റെ അടുത്ത് ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാകെ ഞെട്ടിത്തരിച്ചു പോവാണ്. വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് പോലും ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ സിയോങ് പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഇവർക്ക് ഉറപ്പായി. അപ്പൊ തന്നെ സിയോങ്ങിനെ വിളിച്ചിട്ട് ഫോണിൽ കാര്യം പറഞ്ഞു. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അയാളെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ സിയോങ് കിമ്മിന്റെ അടുത്ത് പറയാണ്. എന്നിട്ട് അവനും അങ്ങോട്ടേക്ക് പോകും. അത് സെയിൽസ്മാൻ ഒരുത്തന്റെ കയ്യിൽ ഒരു ബിസിനസ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അവൻ അത് നോക്കി നിൽക്കുമ്പോഴാണ് അവന്റെ ഫോണിൽ റിങ് ചെയ്യുന്നത്. വിളിക്കുന്നത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവൻ കോൾ എടുക്കുന്നില്ല. ഇതേ സമയം തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു. കൂടാതെ അവള് പ്രഗ്നന്റുമാണ്. മാത്രമല്ല അവളുടെ കയ്യിലുണ്ടായിരുന്നു ഇതുപോലൊരു ബിസിനസ് കാർഡ്. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇപ്പൊ ഈ ഒരു ഗെയിമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ബേക്കറി കടയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ബണ്ണും പുള്ളിക്കാരൻ വാങ്ങുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു കടയിലേക്ക് കയറിയിട്ട് 100 ലോട്ടോ ടിക്കറ്റ്, അതായത് നമ്മുടെ ലോട്ടറി ടിക്കറ്റ് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് അടിക്കുന്ന ആ ഒരു ടിക്കറ്റ് ഉണ്ടാവില്ല, അത് 100 എണ്ണം വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഒരു 2 വലിയ കവറുകളുമായിട്ട് ഇയാൾ നേരെ ഒരു പാർക്കിലേക്കാണ് പോകുന്നത്. ഇവനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ കിമ്മും അതുപോലെ തന്നെ അവന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള വൂസിയോക്കും കൂടെ തന്നെ ഉണ്ട്. ഈ സെയിൽസ്മാൻ നേരെ ചെല്ലുന്നത് അവിടെ കിടന്നിറങ്ങുന്ന ഒരു ഭിക്ഷക്കാരന്റെ അടുത്തേക്കാണ്. അയാളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ ഒരു കയ്യിൽ ബണ്ണും മറ്റൊരു കയ്യിൽ ലോട്ടോ ടിക്കറ്റും പിടിക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഏതാണ് വേണ്ടെന്ന് ചോദിക്കുന്നു. ഈ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ലോട്ടോ ടിക്കറ്റ് ആണ് തെരഞ്ഞെടുത്തത്. അപ്പൊ തന്നെ നമ്മുടെ സെയിൽസ്മാൻ ഒരു കോയിനും അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അയാൾ അത് സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നു. അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പ്രൈസ് അടിച്ചില്ല. അപ്പൊ ഇയാൾ ഈ ബണ്ണ് വേണമെന്ന് പറയുമ്പോൾ ഇല്ലില്ല ഒരെണ്ണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്ത ആളെ സമീപിക്കുകയാണ്. ഇതേപോലെ തന്നെ എല്ലാവരും സെലക്ട് ചെയ്യുന്നത് ലോട്ടോ ടിക്കറ്റ് ആണ്. ഒരാൾ മാത്രം കണ്ടാണ് ബണ്ണ് സെലക്ട് ചെയ്യുന്നത്. അയാൾ ഈ ബണ്ണെടുത്ത് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ലാസ്റ്റ് ആയപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഈ പാർക്കിന്റെ നടുവിലായി വന്നു നിന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബണ്ണ് മുഴുവൻ താഴേക്ക് ഇടുകയാണ്. എന്നിട്ട് അത് മൊത്തത്തിൽ ചവിട്ടി ചവിട്ടി അരച്ച് കളയുകയാണ്. ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾ എന്തീ കാണിക്കുന്നത്, അത് വേസ്റ്റ് ആക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അത് ആർക്കും ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ചവിട്ടി തെറിപ്പിച്ച് തുറപ്പിച്ച് കളയുക. ഞാൻ എല്ലാവർക്കും അവസരം തന്നതാണ്, പക്ഷേ എല്ലാവരും മറ്റൊരെണ്ണം തെരഞ്ഞെടുത്തു. ഈ ബണ്ണെല്ലാം വേസ്റ്റ് ആക്കിയത് ഞാനല്ല, നിങ്ങളാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇവന്റെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ കിം കൊടുത്ത ആ ഒരു ലൊക്കേഷനിലേക്ക് ഇപ്പൊ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓവർ സ്പീഡ് കാരണം അവന്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോലീസുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് കാർ നിർത്തിയിരിക്കുകയാണ്. ആങ്ജും പിന്നെ അതുപോലെ തന്നെ പുതിയൊരു പയ്യനുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫൈൻ അടച്ച അപ്പൊ തന്നെ നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ കാറും എടുത്ത് പാഞ്ഞു പോവാണ്. പോലീസുകാരൻ നമ്മുടെ ഹാങ്ജുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അയാളുടെ കാറിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് ഫോൺസും ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ എന്ത് ജോലിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ തന്നെ നമ്മുടെ ഹാങ്ജുക്കും ഒരു ഡൗട്ട് വരുന്നുണ്ട്. അയാളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ഒരു യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ റെക്കോർഡ്സും അയാളുടെ പേരിലില്ലെന്നും ഇവർ മനസ്സിലാക്കുന്നു. ഈ ഒരു പേര് കണ്ടത് നമ്മുടെ ഹാങ്ജുവിന് നല്ല പരിചയമുള്ള ആളെ പോലെ തോന്നുന്നുണ്ട്. സമയം സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ പാർക്കിൽ നിന്നും ഇറങ്ങിയിട്ട് ടാക്സിയിൽ കയറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അവനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ കിമ്മും അസോസിയേറ്റും കൂടെ തന്നെയുണ്ട്. ചെറിയൊരു കോളനിയിലൂടെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ സെയിൽസ്മാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് സെയിൽസ്മാൻ ഇവരുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരെയും അടിച്ച് നിലം പരിശാക്കാണ്. ഇതേ സമയം നമ്മുടെ ഹാങ്ജു ആണെന്നുണ്ടെങ്കിൽ സിയോങ്ങിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ കിം അയച്ചു കൊടുത്ത ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും കാണാനില്ല. അപ്പൊ തന്നെ അപകടം മണുത്ത നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ തോക്കും എടുത്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയം ഹാങ്ജു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിയോങ് സഞ്ചരിച്ച ആ ഒരു കാറിന്റെ നമ്പർ തപ്പുമ്പോൾ അതൊരു കമ്പനിയുടെ ആണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇപ്പൊ നമ്മുടെ ഹാങ്ജു ആ ഒരു കമ്പനിയുടെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയം നമ്മുടെ സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ കിമ്മിനെയും അവന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള വൂസിയോക്കിനെയും അടിച്ച് നിലംപരിശാക്കിയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോയെ പോലെ ഇവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാണ്. നമുക്കൊരു ഗെയിം കളിച്ചാലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം, റോക്ക് പേപ്പർ സിസർ -1. ഗെയിമിൽ തോക്കുന്നവർക്ക് ഒരു പെനാൽറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ സിനിമയിലേക്ക് കണ്ടു കാണും. നമ്മളൊരു റിവോൾവർ എടുത്തിട്ട് അതിൽ ഒരു ബുള്ളറ്റ് മാത്രം ഇട്ട ശേഷം സ്പിൻ ചെയ്യും. എന്നിട്ട് തോക്കുന്നവരുടെ ഈ ഒരു കളിയിൽ തോക്കുന്നവരുടെ തലയിൽ ആ ഒരു ഗൺ വെച്ച് ഞാൻ ട്രിഗർ അമർത്തും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു തന്നെ എന്നും പറഞ്ഞുകൊണ്ട് കളി തുടങ്ങി. ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാണ്. രണ്ടുപേരുടെയും ശരീരം കിട്ടുകിട്ടാ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ തോറ്റത് നമ്മുടെ ബോസാണ്. ഭാഗ്യത്തിന് ട്രിഗർ അമർത്തിയപ്പോൾ ഒന്നും പറ്റിയില്ല. വെറുതെ വിടണേന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിലും നമ്മുടെ സെയിൽസ്മാന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഗെയിം ഭയങ്കര ബോറായിട്ട് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വീണ്ടും അതിലേക്ക് ഒരു 4 ബുള്ളറ്റും കൂടി ഇടുകയാണ്. ഇപ്പോൾ ഒരു സോക്കറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ബുള്ളറ്റും നിറഞ്ഞിരിക്കുന്നുണ്ട്. വീണ്ടും ഗെയിം തുടങ്ങി. പക്ഷെ ഇത്തവണ തോറ്റത് നമ്മുടെ വൂസിയോക്ക് ആയിരുന്നു. പക്ഷെ അവന് വേണ്ടി അവന്റെ ബോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാക്രിഫൈസ് ചെയ്യുകയാണ്. വൂസിയോക്കിന്റെ മാരേജ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അവന് ജീവിതം ഇനി മുന്നോട്ട് കിടക്കുകയാണ്. അത് കാരണം അവന് വേണ്ടിയിട്ട് അയാൾ മനഃപൂർവ്വം തോറ്റു കൊടുക്കുകയായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ സെയിൽസ്മാൻ ട്രിഗർ അമർത്തി. അതോടുകൂടിയിട്ട് കിം എന്ന് പറയുന്ന
നമ്മുടെ ഊസിയോക്കിന്റെ ബോസ് മരിച്ചു പോവുകയാണ്. ഈ സമയം നമ്മുടെ ഹാങ്ജു ആണെന്നുണ്ടെങ്കിൽ കിട്ടിയ അഡ്രസ്സും തപ്പിപ്പിടിച്ച് ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിലായിട്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ബോസിന്റെ ഇപ്പൊ മരിച്ചുപോയ ആ ഒരു ബോസിന്റെ ബിൽഡിംഗ് ആയിരുന്നു. ഒരു വിധത്തില് നമ്മുടെ ഹാങ്ജു ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കയറി പറ്റി. റൂമിൽ എത്തിയപ്പോൾ തന്നെ അവൻ കാണുന്നത് നമ്മുടെ ഈ ഒരു സെയിൽസ്മാന്റെ രൂപമുള്ള പ്രതിമയാണ്. അതിൽ തന്നെ ആ ഒരു ഇൻവിറ്റേഷൻ കാർഡും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേശയിലിരുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ അവൻ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതിൽ ആ കാർ വാടകയ്ക്ക് എടുത്ത ആളുടെ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സിയോങ്ങിന്റെ ഡീറ്റെയിൽസ്. നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ തിരികെ റൂമിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ മറ്റാരും ഉണ്ടെന്ന് അവന് മനസ്സിലായത്. വേറെ ആരുമല്ല, ഇത്രയും നാളും അവൻ തേടി നടന്ന അതേ സെയിൽസ്മാൻ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ? 2 വർഷം എന്നെ കണ്ടുപിടിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. നിന്നെ കണ്ടൊരു നന്ദിയെങ്കിലും പറയാമെന്ന് കരുതി. എനിക്ക് നന്ദി പറയാനോ? അതെ, ആ ഗെയിമിലേക്ക് എന്നെ നീ ഇൻവൈറ്റ് ചെയ്തില്ലേ? അതിൽ ഞാൻ ജയിച്ചു, ഒരുപാട് പണവും കിട്ടി. അപ്പോൾ എന്നെ അതിന് സഹായിച്ചതിന് നിനക്ക് ഞാനൊരു നന്ദിയെങ്കിലും പറയണ്ടേ? സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സിയോങ്ങിന് നേരെ തോക്ക് ചൂണ്ടുകയാണ്. എന്നിട്ട് ഈ ഒരു സെയിൽസ്മാൻ പറയുകയാണ്, നമുക്കൊരു ഗെയിം കളിച്ചാലോ? അതും പറഞ്ഞ് നേരത്തെ കളിച്ച അതേ ഗെയിം തന്നെ അവൻ റിപ്പീറ്റ് ചെയ്യാണ്. ഗണ്ണിൽ ഒരു ബുള്ളറ്റ് മാത്രം ഇട്ട് സ്പിൻ ചെയ്യും, എന്നിട്ട് ട്രിഗർ അമർത്തും. 6 അവസരത്തിൽ ഒരു തവണ ബുള്ളറ്റ് ഫയർ ആവും. അതോടെ ഗെയിം അവസാനിച്ചു എന്ന് കരുതിക്കോ എന്നും പറഞ്ഞ് അവർ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ അവസരം കിട്ടിയത് സിയോങ്ങിനാണ്. ടെൻഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ പെട്ടെന്ന് ട്രിഗർ അമർത്തി. എന്തോ ഭാഗ്യത്തിന് ചത്തില്ല. രണ്ടാമത് സെയിൽസ്മാന്റെ അവസരമായിരുന്നു. ഭാഗ്യത്തിന് അവനും ചത്തില്ല. മൂന്നാമത് നമ്മുടെ സിയോങ്, പക്ഷേ പൊട്ടിയില്ല, എന്തോ ഭാഗ്യം. നാലാമത്തേത് നമ്മുടെ സെയിൽസ്മാൻ ആയിരുന്നു. വായിക്കകത്തിട്ട് പൊട്ടിച്ചിട്ട് പോലും പൊട്ടിയില്ല. അങ്ങനെ 4 അവസരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ചാൻസ് ആണ്. അങ്ങനെ അടുത്തതിൽ നമ്മുടെ സിയോങ്ങിന് തന്നെയാണ് കിട്ടിയത്. അതും പൊട്ടിയില്ല. അവസാനത്തെ ചാൻസ് നമ്മുടെ സെയിൽസ്മാന്. അതിൽ ആ ഒരു ഉണ്ട ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പൊട്ടിച്ചു. അതോട് കൂടിയിട്ട് പുള്ളിയുടെ കഥ കഴിഞ്ഞു. ഈ ഒരു വെടി ശബ്ദം കേട്ടിട്ടാണ് നമ്മുടെ ഹോങ്ജി അങ്ങോട്ടേക്ക് വരുന്നത്. ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് ഓടിക്കയറി ഓരോ റൂമിലായിട്ട് പരിശോധിക്കാൻ തുടങ്ങി. ഒരു മുറിയിലായിട്ട് നമ്മുടെ ബൂസിയോക്കിനാണെന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിൽസ്മാന്റെ പോക്കറ്റിൽ നിന്നും ആ ഇൻവിറ്റേഷൻ കാർഡ് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സിയോങ്ങിന്റെ പുറകിലായി തോക്കും ചൂണ്ടി ഹാങ്ജു വരികയാണ്. എന്നിട്ട് നിങ്ങളെ സംശയാസ്പദമായ രീതിയിൽ അറസ്റ്റ് ചെയ്യാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബൂസിയോക്ക് ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഈ ഒരു പോലീസുകാരന്റെ, അതായത് നമ്മുടെ ഹാങ്ജുയുടെ തലക്കിട്ടിട്ട് ഒന്നാട് കൊടുക്കുകയാണ്. അത് കൂടിയിട്ട് ഹോങ്ജിയുടെ ബോധം പോയി. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ബൂസിയോക്ക് സിയോങ്ങിന്റെ അടുത്ത് പറഞ്ഞു. കിം മരിച്ചതറിഞ്ഞ് നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. സിയോങ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കാർഡ് എടുത്ത് നോക്കി. അതിൽ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു, October 3. അതുപോലെ തന്നെ ഒരു ക്ലബിന്റെ പേരും. ഹോങ്ജുവിന് ബോധം വന്നത് നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 തവണ കണ്ടിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടും പിന്നീട് ആ ഒരു ഗെയിം നടക്കുന്ന ദ്വീപിൽ വെച്ചിട്ടും. അവൻ അത് പറഞ്ഞതും നമ്മുടെ സിയോങ് ഒന്ന് ഞെട്ടുന്നുണ്ട്. നീയും അവരുടെ ആളല്ലേ എന്ന് നമ്മുടെ സിയോങ് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ എന്റെ ചേട്ടനെ തപ്പി ഇറങ്ങിയപ്പോൾ അവിടെ വെച്ച് നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവനെ വിശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരുമിച്ചിട്ട് ഇപ്പോ ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. നമ്മുടെ സിയോങ് ഹാങ്ജുവിനെയും അതുപോലെ തന്നെ വൂസിയോക്കിനെയും കൂടി ചേർത്തിട്ട് മറ്റൊരു റൂമിലേക്ക് പോവാണ്. അവിടെ പോയപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോകുന്നുണ്ട്. അതായത് നമ്മുടെ സിയോങ്ങിന് സമ്മാനമായിട്ടുണ്ടായിരുന്ന കിട്ടിയിട്ടുണ്ടായിരുന്ന ആ തുക മുഴുവനും ആ ഒരു റൂമിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ പൈസ മുഴുവൻ എനിക്ക് ആ ഒരു ഗെയിമിൽ നിന്ന് കിട്ടിയതാണ്. ഇത് അവന്മാരെ തകർക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കണം. നിങ്ങൾക്ക് എത്ര പൈസ വേണമെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് എടുക്കാന്ന് പറയുമ്പോൾ നമ്മുടെ വൂസിയോക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഹാങ്ജു ആണെന്നുണ്ടെങ്കിലും എനിക്ക് പൈസ വേണ്ട എന്നാണ് പറയുന്നത്. അതായത് വൂസിയോക്കിനാണെന്നുണ്ടെങ്കിൽ അവന്റെ ബോസിനെ കൊന്നതിന്റെ റിവെഞ്ച് എടുക്കണം. അതുപോലെ ഹാങ്ജുവിനാണെന്നുണ്ടെങ്കിൽ അവന്റെ ചേട്ടനെ കണ്ടുപിടിക്കും. സിയോങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന വമ്പൻ ആയുധശേഖരം നമ്മുടെ വൂസിയോക്കിനും ഹാങ്ജുവിനും അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു കാർണിവൽ സെറ്റപ്പാണ്. അവിടെ ഒരുപാട് പാവകളും മറ്റുമൊക്കെ ഉണ്ട്, കുട്ടികളെ ആകർഷിക്കാനായിട്ടുള്ള. അതിന് നടുവിലായിട്ട് ഒരു ചുവപ്പ് തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ മൊയലുകളും മറ്റു വേഷം കെട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ റെസ്റ്റ് റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു പെൺകുട്ടി വന്നിട്ട് വണ്ണിയുടെ വേഷം കെട്ടിയിട്ടുള്ള മീൻ എന്ന് പറയുന്ന ആ ഒരു യുവതിക്ക് ഒരു ഡ്രോയിങ് കൊടുക്കുന്നത്. കുട്ടി കരഞ്ഞപ്പോൾ അതിന്റെ അച്ഛൻ വന്നിട്ട് അതിനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. പിന്നീടാണ് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് ആ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു എന്ന്. കേട്ടപ്പോൾ തന്നെ മിൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് നല്ല വിഷമാവുന്നുണ്ട്. അവൾ നേരെ ഒരു ഏജന്റിനെ കാണാനായിട്ടാണ് പോകുന്നത്. അവളുടെ മകളെ കണ്ടുപിടിച്ചു കൊടുക്കാനായിട്ടാണ് ഈ ഒരു ഏജന്റിന്റെ അടുത്തേക്ക് അവൾ വന്നിട്ടുള്ളത്. പൈസയൊക്കെ അയാൾക്ക് നേരെ അവൾ നീട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും അയാൾ പറയുന്നുണ്ട് അവിടെ മരിച്ചു പോയെന്നൊക്കെയാണ് പറയുന്നത്. നീ അത് മനസ്സിലാക്കണം, എനിക്ക് പൈസയുടെ പ്രശ്നമല്ല, നീ അതൊന്നും വിചാരിച്ചിട്ടിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആയപ്പോൾ തന്നെ മിന്നാണെന്നുണ്ടെങ്കിൽ അവളുടെ കാറിലിരുന്നു കൊണ്ട് തന്റെ ഭർത്താവിന്റെയും കാണാതെ പോയ ആ ഒരു കുഞ്ഞിന്റെയും ഫോട്ടോ നോക്കിയിരിക്കുകയാണ്.
നോർത്ത് കൊറിയയിൽ നിന്നും ഇവിടേക്ക് ഇഷ്ടപ്പെട്ട് വന്നതാണ് അവള്. പക്ഷെ കുഞ്ഞവിടെ കുടുങ്ങിപ്പോയി. കുറെ കാലമായിട്ട് ആ ഒരു കുഞ്ഞിനെയും അന്വേഷിച്ചാണ് ഇവളിപ്പോ നടക്കുന്നത്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഉറപ്പില്ല. സങ്കടപ്പെട്ട് കാറിലിരിക്കുന്ന സമയത്താണ് കാറിന്റെ വിൻഡോയിലായിട്ട് ആരോ വന്ന് തട്ടുന്നത്. വിൻഡോ ഗ്ലാസ് തുറന്നതും അയാൾ അവളുടെ കയ്യിലായിട്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നു. അതായത് സ്ക്വിഡ് ഗെയിമിലേക്കുള്ള അതേ ഇൻവിറ്റേഷൻ കാർഡ്. അടുത്ത ദിവസം വീണ്ടും കാണിക്കുന്നത് ആ ഒരു കാർണിവൽ നടക്കുന്ന ഏരിയ ആണ്. അന്ന് ബണ്ണി വേഷം കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബണ്ണിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടീനെ മൈൻഡ് പോലും ചെയ്യാണ്ട് പോയി. അതായത് അന്നത്തെ ദിവസം മിന്നായിരുന്നില്ല ആ ഒരു വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നത്. മിന്നി ഈ ഒരു ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതായത് അവൾക്ക് ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം ഈ ഒരു ബോസിനോട് പറയുന്നു. പെട്ടെന്നാണ് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. കുട്ടിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയാളുടെ ചിത്രം വരെയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ്. ഓഫീസിൽ നിന്ന് നമ്മുടെ മിന്ന ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിനിടയിൽ ആ കുട്ടിയുടെ ചുവന്ന തൊപ്പി അവിടെ വീണ് പോകുന്നുണ്ട്. അത് നമ്മുടെ മിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സിയോങ് കൂട്ടരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പണിയിലായിരുന്നു. അതായത് ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഉപയോഗിച്ചിട്ട് അവൻ എന്തായാലും ആ ഒരു ഐലൻഡിലേക്ക് ഇനി പോകാനായിട്ട് പറ്റും. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിയോങ്ങിനെ കണ്ടുപിടിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഒരു ട്രാക്കർ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മുടെ സിയോങ്ങിന്റെ പല്ലെടുത്തിട്ട് ആ ഒരു പല്ലിന്റെ ഇടയിൽ തന്നെ ഒരു ട്രാക്കർ അവൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട്. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഡോക്ടർ പോവാൻ നേരം വൂസിയോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഈ ഒരു ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് ഈ ഒരു ഡോക്ടറും ഇപ്പൊ ഹാപ്പിയാണ്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ഡോക്ടറുടെ അടുത്ത് ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ അത്യാവശ്യത്തിന് പൈസ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മിന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയുടെ തൊപ്പി അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, ആരും കാണാതെ. ഈ സമയം സിയോങ്ങും കൂട്ടരാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രെയിനിങ്ങും മറ്റും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൂസിയോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ് ആർമി ആളുകളെയൊക്കെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്താനായിട്ട്. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നാണ് സിയോങ്ങിന്റെ അടുത്ത് എല്ലാവരും പറയുന്നത്. അന്ന് രാത്രി എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് നമ്മുടെ സിയോങ് അവന്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. മകളായിരുന്നു ഫോൺ എടുത്തത്. പക്ഷെ അവനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അച്ഛനാണോ ഇതെന്ന് മകൾ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അവന് കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മകൾ അങ്ങനെ ഫോൺ വെക്കുന്നു. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. ഇപ്പൊ ആ ഒരു ക്ലബിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ വൂസിയോക്കും അതുപോലെ തന്നെ ഹാങ്ചുവും സിയോങ്ങും കൂടി ചേർന്നിട്ട്. ഇന്നൊരു ഹാലോവിൻ ഡേ ആയിരുന്നു. അതായത് മുഖംമൂടിയൊക്കെ ധരിച്ച് ആകെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും മുഖംമൂടി ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് പ്രത്യേകം നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല നമ്മുടെ സ്ക്വിഡ് ഗെയിമിലെ ആ ഒരു സെക്യൂരിറ്റീസ് ഇടുന്ന ആ ഒരു ഹെൽമെറ്റും ആ ഒരു ചുമപ്പ് അല്ലെങ്കിൽ പിങ്ക് കളർന്ന ആ ഒരു ഡ്രസ്സുമാണ്. അങ്ങനെ നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു ക്ലബിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ സിയോങ്ങിന് ആ ഒരു സെക്യൂരിറ്റിയെ കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. അവനെ ഫോളോ ചെയ്തുകൊണ്ട് സിയോങ്ങും പുറകെ പോകുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ അലേർട്ട് ആയിരിക്കുന്നുണ്ട്. സെക്യൂരിറ്റിയെ പിന്തുടർന്ന് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ സിയോങ് ക്ലബിന് പുറത്തേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാറിലേക്ക് കയറുകയാണ്. സിയോങ്ങിന്റെ ഗാർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാറിനുള്ളിൽ ഇരിക്കുന്ന നമ്മുടെ സിയോങ്ങിന്റെ അടുത്ത് ആ ഒരു ഫ്രണ്ട്മാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്പീക്കർ വഴിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹലോ 456, ഓർമ്മയുണ്ടോ? നമ്മൾ ഈ കാറിൽ വെച്ച് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം മറന്ന് നിനക്ക് സന്തോഷത്തോടെ ജീവിച്ചൂടെ? എന്നെ പറ്റി വല്ലാത്ത കരുതലാണല്ലേ. എന്തായാലും നിന്റെ ആഗ്രഹം നടന്നില്ലേ? ഇനി എന്താ നിന്റെ പ്ലാന്? ഈ ഗെയിം അവസാനിപ്പിക്കണം. ഞങ്ങളാണ് ഗെയിം നിർമ്മിക്കുന്നത്. കളിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമായിരുന്നു. കടം വാങ്ങി മുടിഞ്ഞവരെ പറ്റിച്ച് ഗെയിം കളിക്കുന്നത് നീയാണ്. പെട്ടെന്ന് തന്നെ സ്നൈപ്പർ ഉപയോഗിച്ചിട്ട് ഇവരുടെ കാർ പിന്തുടർന്ന് വന്നിരുന്ന നമ്മുടെ സിയോങ്ങിന്റെ ആളുകളുടെ കാറിന്റെ ടയർ പൊട്ടിച്ചു കളയും. നമ്മുടെ സിയോങ് അപ്പോ ഫ്രണ്ട്മാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ എനിക്ക് ഈ ഒരു ഗെയിം ഇനിയും കളിക്കണമെന്ന്. എന്തായാലും പഴയ ഗെയിം വിന്നർ ഈ ഒരു പുതിയ ഗെയിമിൽ കളിക്കാനായിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് മൂക്കൂലേ, കുറച്ചുകൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവൂലേ. അങ്ങനെ ഫ്രണ്ട്മാൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ സിയോങ്ങിനെ ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം മിൻ എന്ന് പറയുന്ന ആ ഒരു യുവതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് കയറിയിട്ട് സ്ക്വിഡ് ഗെയിമിലെ ആ ഒരു സെക്യൂരിറ്റി പേഴ്സൺസ് യൂണിഫോമും ഇടുകയാണ്. അതായത് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഒരു ഗെയിം കളിക്കാരി ആയിട്ടല്ല, പകരം സെക്യൂരിറ്റി ആയിട്ടാണ്. ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നത്. ഈ ഒരു വീഡിയോ എത്ര ദിവസം യൂട്യൂബിൽ കിടക്കുന്ന യാതൊരുവിധ ഉറപ്പുമില്ല. കാരണം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നെറ്റ്ഫ്ലിക്സ് പണി തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്ത 4 എപ്പിസോഡുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത എപ്പിസോഡുകൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിടണോ അതോ രണ്ടെണ്ണം വെച്ച് ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.